ബഹുമാന്യര്, നമ്മുടെ ശ്രീനാരായണ LP സ്കൂളിന്റെ വാർഷിക പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ശാഖായോഗത്തിന്റെ പ്രസിഡന്റ് സ്കൂളിന്റെ മാനേജറുമായ ശ്രീ ചന്ദ്രൻ പുതുമന്ദിര അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിന്നു ഞങ്ങളെ. നാവിലെന്നീ ഭവാദിച്ചോരാവിതൻ തോണി നിന്നതും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊടണം ഒരടങ്ങിയാൽ നിന്നിടം തൃക്കുപോലുള്ള നിന്നിട സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതുമൊഴിയോർക്കുക. നീ അകവും പുറവും ജന്യം മഹിമാത്മനിൻപദം പുലർത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാമനപരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധു ജയിക്കുക. ആരമേറും നിന്മകസ ആരിയിൽ ഞങ്ങളാകവേ. ആരണം വാരണം നിത്യം, വാരണം വാരണം സുഖം. സ്വാഗത ആശംസിക്കുന്ന ശാഖാസംഘം ഭഗേന്ദ്രൻ അവരുടെ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ചവറ ശ്രീനാരായണ LP സ്കൂളിന്റെ ഈ വർഷത്തെ വാർഷിക ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും സ്വാഗതം പറയുകയാണല്ലോ എൻ്റെ. ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ചവറ SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ സഞ്ജയ് അവർ, സെക്രട്ടറി ശ്രീമാൻ കരേൽ സുരേഷ് അവർ, ഹനീഷ് അവർ, ഡയറക്ടർ ബോർഡ് അംഗം ശ്രീകുമാർ അവർ, നമ്മുടെ ശാഖയുടെ പ്രസിഡന്റ് ശ്രീമാൻ ചന്ദ്രൻ പുതുമന്ദിരം, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ റോസാനന്ദ്, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീലക്ഷ്മി, ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ രക്ഷകർത്താക്കൾ, ഈ സ്ഥാപനത്തിലെ അധ്യാപക അനധ്യാപക അംഗങ്ങൾ, എല്ലാറ്റിലുപരി സജീവമായി ഇതിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും ഈ ശാഖയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചവറ SNDP യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ അരുണബിൾ സഞ്ജയൻ അവർ, ചവറ SNDP യൂണിയൻ സെക്രട്ടറി കാരയിൽ അനീഷ്, യൂണിയൻ കൗൺസിലർ ശ്രീകുമാർ, SNDP യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീ റസാനന്ദ്, ശാഖാ സെക്രട്ടറി ശ്രീ ബാലേന്ദ്രൻ അവർ, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ശ്രീലക്ഷ്മി, അധ്യാപകർ, ടീച്ചേഴ്സ്, പേരൻസ്, വിദ്യാർത്ഥികൾ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സ്കൂളിൻ്റെ ആനിവേഴ്സറി വളരെ വിപുലമായ രീതിയിൽ വെളിയിൽ വെച്ച് നമ്മൾ സ്റ്റേജൊക്കെ കെട്ടി നടത്തിയതായിരുന്നു. നമ്മുടെ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ സ്കൂളിലെ പ്രവർത്തനം വളരെ കുറവാണ്. കുട്ടികൾ കുറവായതിനെല്ലാം നമ്മൾ വളരെ ലഘൂകരിച്ചത്.
ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ കുട്ടികൾ അടുത്ത വർഷം കൂടുതലാണെങ്കിൽ നമ്മൾ വളരെ വിപുലമായ രീതിയിൽ വെളിയിൽ വെച്ച് സ്റ്റേജിൽ കെട്ടി വിപുലമായ രീതിയിൽ കലാപരിപാടികളൊക്കെ നടത്തുന്നതായിരിക്കും. ഈ വർഷം നമ്മൾ കുട്ടികളുടെ സ്പോർട്സ് ഡേ ഒക്കെ നടത്തി. അതിന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള മെഡലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തിയായിരുന്നു. അതിന് കുട്ടികൾക്കുള്ള മെഡൽ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ അധ്യാപകരെ ഈ വർഷം ആദരിക്കുന്നുണ്ട്. അതിന് അവർക്ക് മൊമെന്റോ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊടുക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ രക്ഷിതാക്കളെല്ലാം വളരെ കുറച്ചേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയൊരു സ്കൂളാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ നല്ലൊരു വിദ്യാഭ്യാസമാണ് ഇവിടെ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ തുടർന്ന് പോവുകയും ചെയ്യും. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു ഞാൻ നിർത്തുന്നു. പ്രസിഡന്റ് അനുബന്ധ സംഘടന അവരുടെ ആദരവ് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷന് സ്കൂളിലെ മാനേജർ കൂടിയായ ശ്രീ ചന്ദ്രൻ മന്ദിരം, ബഹുമാനീയനായ സുന്നിപ്യൂണിൻ്റെ സെക്രട്ടറി ശ്രീ കാരി ലനീഷ്, സുന്നിപ്യൂണിൻ്റെ കൗൺസിലർ ശ്രീ MP ശ്രീകുമാർ, കൗൺസിലർ ശ്രീ റോഫാനന്ദ്, ഈ ശാഖയുടെ പ്രിയങ്കന സെക്രട്ടറി ശ്രീ ബാലചന്ദ്രൻ മംഗലത്ത്, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീലക്ഷ്മി, മറ്റ് അധ്യാപകരെ, അനന്ത അധ്യാപകരെ, രക്ഷിതാക്കളെ, ഇവിടെ പിന്തുണയുന്നു. ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറിയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇവിടെ സ്റ്റേജൊക്കെ കെട്ടി വലിയ കലാപരിപാടികളും മറ്റുമായാണ് നമ്മുടെ പരിപാടി നടത്തിയിട്ടുള്ളതെങ്കിലും ഇപ്പോൾ അംഗബലത്തിലുള്ള കുറവ് കൊണ്ടും സാമ്പത്തിക പരിമിതി കൊണ്ടും ഇവിടെ ചെറിയ തോതിൽ നടത്തുവാൻ തീരുമാനിക്കുകയും ഇവിടെ നടന്ന സ്പോർട്സ് അടക്കമുള്ള കാര്യങ്ങൾ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ഇവിടെ വളരെ സേവനം ചെയ്യുക എന്ന് പറയാം, വളരെ ശമ്പളത്തോടു കൂടി അല്ല സേവനം ചെയ്യുന്ന അധ്യാപകരെ സമ്മാനം നൽകി ആദരിക്കുകയോ ചെയ്യുന്ന കാര്യമാണെന്നുള്ളത്. നമുക്കത് വിദ്യാഭ്യാസം എന്ന വാക്കിന് വളരെയേറെ നിർവചനങ്ങളുണ്ട്. പക്ഷെ ആ നിർവചനമല്ല ഇത് നമുക്ക് പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പഴയ കാലത്തെ നിർവചനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആ നിർവചനങ്ങളുടെ ആശയം ഒന്നാണ്. പിഞ്ചു തലമുറ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് അവന്റെ വീടിനും സമൂഹത്തിനും ഈ നാടിനും ഭാവി തലമുറയ്ക്കും നമ്മുടെ നാടിന്റെ ഭാവിയായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പഴയകാല നിർവചനമെങ്കിൽ അതിന് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ശാസിച്ച് പഠിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കടമയെങ്കിൽ, അധ്യാപകന്റെ കടമയെങ്കിൽ ഇന്ന് അത് നടക്കുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖത്തോട് പറയുന്ന കാര്യമാണ്. ഇന്ന് കുഞ്ഞുങ്ങളെ ശാസിക്കാൻ പറ്റത്തില്ല, അവരെ വടികൊണ്ട് അടിക്കാൻ പറ്റത്തില്ല. അടിച്ചാൽ മാധ്യമങ്ങളടക്കമുള്ളവരെ രക്ഷിതാക്കൾ വിളിച്ച് എന്റെ കുഞ്ഞിനെ സാറടിച്ച പാടാണെന്ന് കാണിച്ചുകൊണ്ട്, മാധ്യമങ്ങൾക്കാണെങ്കിൽ ഒരു ജോലിയില്ല, എന്തെങ്കിലും ചെറിയ വാർത്ത കിട്ടിയാൽ അത് കെട്ടിഘോഷിച്ച് വലുതാക്കി അധ്യാപകരെ സ്കൂളിനെ താറടിച്ച് കാണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാധ്യമ രംഗമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ അധ്യാപകർ പഴയ രീതിയിലല്ല. അവരൊക്കെ വളരെ പേടിയാണ് കുഞ്ഞുങ്ങളെ ശാസിക്കുവാനും അടിക്കുവാനൊക്കെ. കാര്യം എന്തെങ്കിലും സംഭവിച്ചോ, ഏത് കുരുത്തക്കേട് കാണിച്ചാലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ നമ്മുടെ പേരിലേക്ക് പേദോഷം വരുമല്ലോ. നമ്മൾ പത്രങ്ങളിലും ന്യൂസ് ചാനലിലും ഒക്കെ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പഴയകാല നിർവചനങ്ങൾ ഇന്ന് അനർത്ഥമായിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെ പ്രിൻസിപ്പള് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഒരു ചൂരൽപടി കൊണ്ടാണ് നടക്കുന്നത്. രാവിലെ 8 മണിക്ക് ഹെഡ് മാസ്റ്റർ അവിടെ വന്നാൽ ചൂരൽപടി കൊണ്ട് വരാന്ത തോറും ഇന്ന് നടക്കുക. അവിടെ ആരെങ്കിലും ഇറങ്ങി പുറത്ത് ചെന്നാൽ ചൂരൽപടി കൊണ്ട് നല്ല അടി ചന്തിക്ക് കിട്ടും. അതുകൊണ്ട് അത് കളയാനെ കൊണ്ട് മിണ്ടത്തില്ല. കാര്യം വീട്ടിൽ വന്നും പറയത്തില്ല. കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞാൽ അച്ഛൻ ചോദിക്കും നീ എന്തിനാ അടി കൊണ്ടത്, അത് ഇന്നതിനാ. അപ്പൊ അച്ഛനെ ഓടിയാവില്ല. അതുകൊണ്ട് ആ പേടിച്ച് നമ്മൾ അച്ഛനെടുക്കാൻ പറയാം. ഇന്നത്തെ കാലം തലമുറ മാറി വരുന്നു. നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായവും മറ്റ് സമ്പ്രദായങ്ങളൊക്കെ പഴയ നിർവചനങ്ങളും പഴയ പാരമ്പര്യങ്ങളും ഒക്കെ നമ്മൾ പറയാമെന്നുള്ളതല്ലാതെ ഇന്നത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. അതിന്റെ കുഴപ്പങ്ങളുമുണ്ട്. കാര്യം ഇന്ന് വളർന്നു വരുന്ന തലമുറ മൊത്തം പണ്ട് ചാരായത്തിനോ അല്ലെങ്കിൽ മദ്യത്തിനോ അടിമകളായിരുന്നുവെങ്കിൽ ഇന്ന് 8ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മദ്യത്തിനും പഞ്ചാബിനും MDMA അടിമകളായി ഈ നാട്ടിൽ കാണിക്കുന്ന വിക്രിയകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ നാടിന്റെ പൗരന്മാരെ അല്ലെങ്കിൽ സമൂഹത്തിലെ പുതിയ സൃഷ്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർ വേറൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അത്യാവസ്ഥ.
അതിന് നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും മറ്റുകളൊക്കെ നടത്തുന്നുണ്ട്. പോലീസ് എക്സൈസിന്റെ വർക്ക് നടക്കുന്നുണ്ട്, അധ്യാപന വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് നടക്കുന്നതല്ലാതെ ഇതൊന്നും പരിപൂർണതയിലെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ദിവസം ഇത് പ്രത്യേക സെല്ലിൽ രൂപീകരിച്ച് നമ്മൾ മയക്കുമരുന്നിനെ പിടിച്ചാൽ പിറ്റേന്ന് ഇരട്ടിയാണ് വരുന്നത്. സ്കൂളുകൾ കേന്ദ്രമാക്കിയും കോളേജുകൾ കേന്ദ്രമാക്കിയും കുഞ്ഞുങ്ങളിൽ നിന്ന് മയക്കുമരുന്നിന് അടിമകളായി കാണിക്കുന്ന ക്രിയകൾ അച്ഛനെയും അമ്മയും വരെ കൊല്ലുന്ന രീതിയിലേക്ക്, സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന രീതിയിലേക്ക്, സ്വന്തം സഹോദരനെ കൊല്ലുന്ന രീതിയിലേക്ക് അവരുടെ മയക്കുമരുന്നിന് അടിമകളായി പോകുന്ന തലമുറയാണ് നമ്മൾ കാണുന്നത്. നമ്മളെ വിദ്യാഭ്യാസ ലക്ഷ്യം എന്താണ്? എത്രയോ കോടി രൂപയാണ് ഗവൺമെന്റ് ചെലവാക്കുന്നതിന് വേണ്ടി. അവൻ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ്? ഒരു ഭാവി തലമുറയെ നല്ല രീതിയിൽ ഒരു ഭാവി തലമുറയെ വളർത്തി നമ്മുടെ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിദ്യാഭ്യാസം എന്ന ആശയം തന്നെ നിർവഹിച്ചത്. നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. തന്നെ അദ്ദേഹം വളരെ വിദ്യാഭ്യാസ ഭീഷണായിരുന്നു, അദ്ദേഹത്തിന്റെ വളരെ ആദർശനായിരുന്നു. അതുകൊണ്ടാണ് ആ ദിവസം തന്നെ നമ്മൾ ആ ദിവസം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അന്ന് നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ പേര് പറയുന്നത് ഇന്നും പറയുന്നുണ്ട്. മയൻചുവട്ടിലിരുന്നു കൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലം, ആ രീതിയിൽ വളർന്നു വന്ന കുട്ടികളൊക്കെ മാറി ഞങ്ങൾ വളർന്നു വന്ന കാലാവസ്ഥ മാറി. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അച്ഛനും അമ്മയും പറഞ്ഞാൽ പിന്നെ ഗുരു എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ഗുരുവാണ് ദൈവം. അതൊക്കെ നമ്മളെ മറ്റൊന്ന് അസിസ്റ്റോട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് അവരുടെ അധ്യാപകരെയാണ്. കാര്യം കുഞ്ഞിലെ അവർക്ക് അക്ഷരം പകർന്നു കൊടുത്ത് അവരെ വലുതാക്കി അവർ നന്മയിലേക്ക്, നല്ല രീതിയിലേക്ക്, സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് അവർ അധ്യാപകരാണ്, അച്ഛനും അമ്മയല്ല. അപ്പൊ അച്ഛനും അമ്മയെക്കാട്ടിൽ കൂടുതൽ നമ്മൾ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മുടെ അധ്യാപകരെയാണെങ്കിൽ ഇന്ന് ആ തലമുറയെ മാറി തലമുറയിലെ ആ ചിന്തകളും നിർവചനങ്ങളും എല്ലാം മാറി മറ്റൊരു ദിശയിലേക്ക് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധ്യാപകർ ചെയ്യേണ്ടത് നാവിൻ തുമ്പിൽ കൂടി മാത്രം കുട്ടികളെ പഠിപ്പിച്ചാൽ പോരാ, നമ്മുടെ ഹൃദയം കൊണ്ടുകൂടി അവരെ അംഗീകരിച്ച് അവർ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ മറ്റു രീതിയിലുള്ള പലതും ഉണ്ടെങ്കിലും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കുഞ്ഞുങ്ങളെ അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ വളരെ സേവനമാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുൻ പ്രശ്നം എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാം വളരെ അംഗീകാരം ആദർശം നൽകിക്കൊണ്ട് അഭിമാനത്തോടുകൂടി പറയുന്നു, ഈ സ്കൂളിൽ അധ്യാപകർ വേതനത്തിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, ഈ കുട്ടികളെ വളർത്തിയെടുക്കുക, സ്ഥാപനം നിലനിർത്തുക ലക്ഷ്യത്തോടുകൂടിയാണ്. അത് നിങ്ങളുടെ എല്ലാവരും അഭിമാനത്തോടുകൂടി ആദരിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി കാര്യലക്ഷം അവരുടെ ആദരവ് ക്ഷണിക്കുന്നു. അപ്പൊ ഞങ്ങളെ മനഃപൂർവ്വമാണോ ഇത് കട്ടിയത്? സ്കൂളിന്റെ കാര്യദർശി കൂടിയായ ശ്രീ ചന്ദ്രൻ പുതുമന്ദിരം, ഇവിടെയേറെ പ്രിയങ്കരനായ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കാരണവരായി പ്രവർത്തിക്കുന്ന ശ്രീ ബാലചന്ദ്രൻ, ശ്രീ അരിനല്ലൂർ സഞ്ജയൻ, അതുപോലെ തന്നെ ശ്രീ എം വി ശ്രീകുമാർ, ശ്രീ റോസാനന്ദ്,
നമ്മുടെ ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ശ്രീമതി ശ്രീലക്ഷ്മി, മറ്റ് ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകർ, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് അടക്കമുള്ള വിദ്യാലയത്തിൻ്റെ പ്രധാന ഉദ്യോഗാർത്ഥികൾ, മുഖ്യോപരി വിദ്യാലയത്തിൽ ഇതിലൂടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ അശുദ്ധ കാംക്ഷികളായി എത്തിച്ചേർന്നിട്ടുള്ള ചില കുട്ടികൾ. ശ്രീനാരായണ LP സ്കൂൾ എന്ന ഈ വിദ്യാലയം നമുക്കറിയാം, ഇന്ന് നമ്മുടെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഇത് വിദ്യാഭ്യാസ രംഗവും ഇത് കേരളത്തിൻ്റെ പൊതു വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ പരസ്പരം മത്സര മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ നമ്മുടെയൊക്കെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് ഒരു ഭാരിച്ച തുക അല്ലെങ്കിൽ തങ്ങളുടെ അധ്വാനത്തിൻ്റെ മുഴുവൻ തുകയും ഉപയോഗിച്ചാലും തീരാത്ത രീതിയിൽ വിദ്യാഭ്യാസ ചെലവ് അല്ലെങ്കിൽ കുട്ടികളുടെ പഠന ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നഴ്സറി തലം മുതൽ നമ്മുടെ ഈ പ്രദേശത്തിനും അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ഒരു പക്ഷേ മാതൃക പകർന്നുകൊണ്ട് ശ്രീനാരായണ LP സ്കൂള് വളരെ കുറഞ്ഞ ഫീസ് വാങ്ങിക്കൊണ്ട് അതുപോലെ തന്നെ വളരെ സഹായ മനസ്സോടുകൂടി ഇവിടെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് അല്ലെങ്കിൽ അക്ഷരം പറഞ്ഞു കൊടുക്കുവാനായിട്ടിരിക്കുന്ന അധ്യാപകരടക്കമുള്ള ഒരു മാതൃകാ വിദ്യാലയമായി നമുക്കിതിനെ കാണുവാൻ കഴിയും. കാരണം അങ്ങനെയുള്ള വിദ്യാഭ്യാസം സമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാതൃകാ വിദ്യാലയം സമൂഹത്തിൽ അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നഴ്സറി തലം മുതൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ 10,000-കണക്കിന് കുട്ടികൾ കോഴ കൊടുത്ത് അഡ്മിഷൻ വാങ്ങി അവർ പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തപ്പെട്ട് ഉദ്യോഗാർത്ഥികളായി കഴിഞ്ഞാൽ അത്തരത്തിൽ വിദ്യാഭ്യാസം ചെയ്തു വരുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തോടും അതുപോലെ തന്നെ സഹജീവികളോടും പ്രകൃതിയോടുമൊന്നും യാതൊരു വിധമായ കടപ്പാടും ബാധ്യതയും ഇല്ലാതായി മാറി അവരൊക്കെ തന്നെ സ്വാർത്ഥമോഹികളായി മാറുന്നതിൻ്റെ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരോട് പോലും അല്ലെങ്കിൽ രക്ഷകർത്താക്കളോട് പോലും മാതൃകാപരമായ താല്പര്യമോ കടപ്പാടോ കാണിക്കാത്തതിൻ്റെ ഉദാഹരണമാണെന്ന് നമ്മുടെ സമൂഹത്തിൽ വൃദ്ധസദനങ്ങളും ഓൾഡേജ് ഹോമുകളും ഒക്കെ തന്നെ വളർന്നു വരുന്നത് അല്ലെങ്കിൽ ഉയർന്നു വരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അപ്പോൾ അത് വിദ്യാഭ്യാസത്തിൻ്റെ വൈകൃതങ്ങളുടെ പരിമിത ഫലമാണ്. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ യുവസമൂഹം അബദ്ധ സഞ്ചാരത്തിൻ്റെ പാതയിലേക്ക് പോവുകയും അവരൊക്കെ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം ലോകത്തെ ഏറ്റവും സമ്പന്നമായ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ യുവസമൂഹം ഒക്കെ തന്നെ പാശ്ചാത്യ സംസ്കാരത്തെ അഡോപ്റ്റ് ചെയ്യുവാൻ അതിനെ അനുകരിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇന്ന് 7ാം സ്റ്റാൻഡേർഡ് മുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാലയങ്ങളിലേക്ക് പഠനം നടത്തുവാൻ പോകണമെന്ന ആഗ്രഹത്തോടുകൂടി അല്ലെങ്കിൽ ആ മനോഭാവത്തോടുകൂടി വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു ശൈലി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വൈകൃതങ്ങളുടെ ഭാഗം നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു നല്ല യുവതലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമൂഹിക ബോധമുള്ള രാഷ്ട്ര താല്പര്യമുള്ള ഒരു യുവതലമുറയെ വളർത്തിയെടുക്കുവാനും അവർക്ക് മാത്രമേ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിക്കും സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധതയ്ക്കുമെതിരെ പോരാടുവാൻ കഴിയും. അപ്പം അത്തരത്തിലുള്ള ഒരു യുവസമൂഹം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരണമെങ്കിൽ നല്ല ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വളർത്തിയെടുക്കണം. അത്തരത്തിൽ നമ്മുടെ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിലുള്ള ഒരു അനുകൂലമായ സാഹചര്യങ്ങൾ പലപ്പോഴും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അടക്കം മക്കളൊക്കെ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്നവരാണ്.
അവരൊക്കെ തന്നെ വിദ്യാഭ്യാസ വായ്പ എടുക്കുകയും ചെന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രാഷ്ട്രത്തിൻ്റെ ഭാവി തലമുറയായി മാറേണ്ട നമ്മുടെ യുവാക്കൾ അവർക്ക് പഠിക്കുവാൻ സമ്പത്തില്ലാത്ത അവസ്ഥയിൽ വിദ്യാഭ്യാസ ലോൺ എടുക്കുവാൻ ചെന്നു കഴിഞ്ഞാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് കച്ചവട ആവശ്യങ്ങൾക്ക് നൽകുന്ന അതേ പലിശ നിരക്കിലാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസ വായ്പ നൽകുന്നത്. ഇതൊക്കെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലുണ്ടാക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന ഈ രസങ്ങളാണ് ഇന്ന് പലപ്പോഴും ഞങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാരതത്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പോവുകയും അവരൊക്കെ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും മാറി ഞങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ അബദ്ധസഞ്ചാരത്തിൻ്റെ പാതയിലേക്ക് പോവുകയും നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കും രക്ഷകർത്താക്കളോടുമൊക്കെയുള്ള ദൃഢത കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ ഈ വിദ്യാലയം നമ്മുടെ പ്രവേശത്തിൽ സമൂഹത്തിൽ തന്നെ മാതൃക വളർന്നുകൊണ്ട് വളരെ സൗജന്യ മനോഭാവത്തോടുകൂടി അല്ലെങ്കിൽ നിസ്സാർത്ഥ മനോഭാവത്തോടുകൂടി പഠിപ്പിക്കുവാനായി വരുന്ന അധ്യാപകരും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ വേതനത്തിൽ കുറഞ്ഞ തുച്ഛമായ ഫീസിൽ ഇവിടെ നല്ല വിദ്യാഭ്യാസം ഉന്നതമായ വിദ്യാഭ്യാസം ചെയ്യുന്ന ഈ മാനേജ്മെന്റിനെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം. നമ്മുടെ യൂണിറ്റ് കൗൺസിലർ ശ്രീനാഥ് ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ചന്ദ്രൻ, അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ്റെ പ്രസിഡന്റ് അരുന്നല്ലൂർ സഞ്ജയൻ, യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി കാരിൽ അനീഷ്, നമ്മുടെ യുവജന സംഘടനയുടെ ഭാരവാഹി ഹോസാനന്ദ്, ഈ ശാഖയുടെ പ്രസിഡന്റ്, നമ്മുടെ സ്കൂളിൻ്റെ അധ്യാപകമായ പ്രിൻസിപ്പൽ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, 2005 തുടങ്ങിയ ഒരു വിദ്യാഭ്യാസം തുടങ്ങിയ സ്കൂളാണ് നമ്മുടെ ഇന്ന് ഏതാണ്ട് 10-21 കൊല്ലം പൂർത്തിയായിരിക്കുന്നത്. ഏതാണ്ട് എൻ്റെ അറിവിൽ ഈ കോവിഡ് വന്ന സമയങ്ങളിൽ 1-2 കൊല്ലം ഇല്ലായിരുന്നു എന്നുള്ളതില്ല. നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ നല്ല ഒരു പങ്ക് വഹിക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർഹത ഇവിടുത്തെ പ്രസിഡന്റും ഈ സ്കൂളിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഇവിടെ കുട്ടികളെ കൈകാര്യം ചെയ്ത് വളർത്തിയെടുക്കുന്ന അധ്യാപകർക്കും ഉള്ളവർ തന്നെയാണ്. നമ്മുടെ ഗുരുദേവൻ തന്നെ പറഞ്ഞത്, നമ്മൾ വിദ്യ കൊണ്ടാണ് പ്രബുദ്ധരാകുന്നത്. വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം സുഗമമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെക്കുറെ നമ്മുടെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം ചെയ്ത് നല്ല ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രാവർത്തികമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഞാൻ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞു. ഈ നാളെയുള്ള നമ്മുടെ സ്കൂളിന്റെ വളർച്ച നല്ല രീതിയിൽ വരട്ടെ. നമ്മുടെ അധ്യാപകരും നമ്മുടെ രക്ഷിതാക്കളും കൂടി ഒത്തുചേർന്ന് ഒരു കൂട്ടായ്മ പ്രദേശങ്ങളിൽ ഇറങ്ങി നമ്മുടെ കുട്ടികളുടെ എണ്ണം വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി സംസ്കാരങ്ങൾ കാണിക്കണം എന്നുള്ള നാമമായി ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും വിശിഷ്യ ഒരു സ്കൂളിലെ ശമ്പളം ഉദ്ദേശിക്കാതെ സേവനം ചെയ്യുന്ന അധ്യാപകരെയും പ്രിൻസിപ്പലിനെയൊക്കെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കിമാർക്കും എല്ലാം ഊഷ്മളമായ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.